ലൈംഗിക ആരോപണ പരാതിയിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആയി തുടരാൻ യോഗ്യനാണ്. ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പൊതുസമൂഹം പൊതുവെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് MLA ആയി തുടരാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള മൂന്നാമത്തെ പരാതി, ആ പരാതിയുടെ ഉള്ളടക്കം, അതിന്റെ നിയമവശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇതിനു മുമ്പ് 2 പരാതികൾ കൂടി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ആ പരാതികളുടെ വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് പോകുന്നു. അവിടെ പരാതിക്കാരി എന്നത് തിരുവനന്തപുരം സ്വദേശിനിയാണ്. തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള അതിജീവിതയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആദ്യത്തെ പരാതി നൽകിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ പരാതിയിന്മേൽ എന്ത് സാങ്കേതിക നടപടികളാണ് ഉണ്ടായത്? അതായത് മുഖ്യമന്ത്രിക്ക് ആണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ആ പരാതിയിന്മേൽ തുടർ നടപടികളിലേക്ക് പോവുകയാണ് ചെയ്തത്. ആ കേസിന്റെ വിശദാംശങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അറസ്റ്റ് നീക്കത്തിലേക്ക് പോകുന്നു. അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അതിജീവിത ആദ്യത്തെ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ യുവതിക്ക് പരാതി നൽകിയ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന സാഹചര്യത്തിൽ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പിന്നീട് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. അവിടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിശോധിക്കുകയും അത് തള്ളുകയും ചെയ്ത സാഹചര്യം ആണ് ഉണ്ടായത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയി. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോയതോടുകൂടി ഈ മാസം 21 വരെ അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഈ ഒന്നാമത്തെ കേസിന്റെ സ്വഭാവം. ഇനി മറ്റൊരു കേസ് കൂടിയുണ്ട്. അത് ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതി നൽകിയിട്ടുള്ള പരാതിയായിരുന്നു. ആ പരാതിയുടെ ഒരു പ്രതിസന്ധി എന്നത് ആ യുവതി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന മട്ടിൽ ആണ് പോലീസിനോട് പ്രതികരിച്ചത്, അന്വേഷണ സംഘത്തോട് പ്രതികരിച്ചത് എന്നതുകൊണ്ട് തന്നെ അതിൽ ഒരു FIR ഇട്ട് മുന്നോട്ട് പോവുക എന്നത് പ്രയാസകരമായിരുന്നു. അതായത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന 23-കാരിയായ പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഉയർത്തിയത്. അവിടെ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ കോടതി ജാമ്യം അനുവദിച്ച പശ്ചാത്തലമാണ് ഉണ്ടായത്. അതിന് കുറച്ചധികം സംശയങ്ങൾ കോടതി ഉന്നയിച്ച പശ്ചാത്തലമുണ്ടായി. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി 2 വർഷത്തിന് ശേഷം നൽകിയത്? 2022 ആണ് ആ പീഡനം നടന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് വീണ്ടും ഇതേ ആളുമായി ആശയവിനിമയങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു? പീഡിപ്പിച്ച ഒരാൾ ട്രോമയിലാണ് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ട്രോമയിലായ ഒരാൾക്ക് എങ്ങനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ ആശയവിനിമയം നടത്താൻ സാധിച്ചത് എന്ന ചോദ്യമൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും അങ്ങനെ കോടതി മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തു. ആ മുൻകൂർ ജാമ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയും ഇപ്പോൾ ഹൈക്കോടതിയിലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കോടതിയെ സംബന്ധിച്ചിടത്തോളം മെറിറ്റിലേക്ക് കടക്കുക എന്നതിനപ്പുറത്ത് ഈ കേസിൻ്റെ വാല്യൂ എത്രത്തോളം, ഈ കേസ് എത്രത്തോളം ഗൗരവതരമാണ്, കേസിൻ്റെ ഉള്ളടക്കം എന്താണ്, കേസ് നൽകുന്നതിന് സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമുള്ള വാദിയും പ്രതിയും തമ്മിലുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ 3 സമാന സ്വഭാവമുള്ള പരാതികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തുടരാൻ സാധിക്കുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ ഈ സാമൂഹികമായി ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ഉണ്ട്. ധാർമ്മികമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ, ഒന്ന്, രാഹുൽ മാങ്കൂട്ടം സ്വയം തീരുമാനമെടുക്കേണ്ടതാണ്. താൻ ഈ പദവിയിൽ, പ്രത്യേകിച്ച് നിരവധിയായ സ്ത്രീകൾക്കടക്കം ഒരു MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടവുമായി ഇടപെടേണ്ടതായി വരും, പ്രത്യേകിച്ച് മണ്ഡലത്തിലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വൈഷമ്യം നേരിടുന്ന സാഹചര്യത്തിൽ താൻ തുടരണമോ എന്നത് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. ധാർമ്മികമായി ഈ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനമെങ്കിൽ രാജിവെക്കുക എന്നതാണ് ചെയ്യേണ്ടത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലാണെങ്കിൽ പോലും പാർട്ടിക്കകത്തെ സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതിക വശം എന്ത് എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെങ്കിൽ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് നിയമസഭ എന്നതാണ്. നിയമസഭയ്ക്കാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുവാനുള്ള സാങ്കേതികമായ അധികാരം എന്നതാണ് പ്രേക്ഷകരെ ആദ്യം ഓർമ്മിപ്പിക്കേണ്ടത്. അവിടെ എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് പോകുന്നത്? ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിയമസഭയ്ക്ക് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി എന്ന ഒരു സംവിധാനമുണ്ട്. ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ആയിരിക്കും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പരിഗണനയ്ക്ക് വന്നാൽ പരിശോധിക്കുന്നത് എന്നതാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. എങ്ങനെയാണ് ഈ എത്തിക്സ് കമ്മിറ്റിയിലേക്ക്
ഈ വിഷയം എത്തിപ്പെടുക എന്നതാണ്. അത് തീരുമാനിക്കേണ്ടതും ചുമതലപ്പെടുത്തേണ്ടതും നിലവിൽ സ്പീക്കറിന്റെ ഉത്തരവാദിത്തമാണ്. നിയമസഭാ സ്പീക്കർ ആണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അതായത് AN ഷംസീർ ആണ് ഈ തരത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ അതെങ്ങനെയാണ് സ്പീക്കർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുക? സ്പീക്കർക്ക് 2 തരത്തിൽ തീരുമാനമെടുക്കാം. ഒന്ന്, ഈ MLA തൻ്റെ സഭയിലെ, താൻ നയിക്കുന്ന സഭയിലെ MLAക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് സ്പീക്കർ സ്വയം തീരുമാനമെടുക്കുകയും അങ്ങനെ എത്തിക്സ് കമ്മിറ്റിക്ക് ഈ വിഷയം വിടുകയും ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തേതായി പറയാനുള്ളത്. രണ്ടാമത്തേതായി, ആരെങ്കിലും ഈ സ്പീക്കറിന് പരാതി നൽകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അതായത് ഈ MLAക്ക് എതിരെ സാങ്കേതികമായി ഒരു പരാതി നൽകിയാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് MLAക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കാൻ എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താമെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് AN ഷംസീർ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു പ്രതികരണം കൂടി ഒന്ന് ചേർത്ത് പോകാം. AN ഷംസീർ പറയുന്നത് ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് എന്നത് തന്നെയാണ്. അവിടെ സ്വയം എത്തിക്സ് കമ്മിറ്റിക്ക് ഈ വിഷയം വിടുമോ, അല്ല ഒരു പരാതി വന്നതിന് ശേഷം എത്തിക്സ് കമ്മിറ്റിക്ക് വിടുക എന്നതിലേക്കാണോ പോകുന്നത് എന്നതുകൂടി പരിശോധിച്ച് നമുക്ക് ഇതിന്റെ തുടർഭാഗം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നിയമത്തിന്റെ കണ്ണിൽ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 പ്രകാരം ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടം MLA ആണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബന്ധപ്പെട്ട ഡിറ്റൻഷൻ ആണെങ്കിൽ ഡിറ്റൻഷൻ നടത്തിയ വിവരം നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ചുമതല മാത്രമാണുള്ളത്. മറിച്ച് നിയമസഭയുടെ പെർസിങ്സിനകത്ത്, നിയമസഭയുടെ ഉള്ളിൽ നിയമസഭാ ഹോസ്റ്റലോ നിയമസഭക്കകത്തോ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി അതിന്റെ ഫോർമാലിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. യെസ്, അതാണ്. അതായത് പ്രിവിലേജ് കമ്മിറ്റിക്ക് മൂവ് ചെയ്യും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം. അതായത് ഒരു MLA എന്ന നിലയിൽ സാധാരണക്കാരനായ പൗരന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ പ്രിവിലേജ് ഉണ്ട്. പക്ഷേ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു പ്രമാദമായ കേസിൽ, അതായത് തൊണ്ടി തിരിമറി കേസിൽ മറ്റൊരു MLAക്ക് ആ പദവി നഷ്ടമാകുന്നു. അത് ശിക്ഷിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ്. ഒരു ക്രിമിനൽ കേസിൽ 3 വർഷത്തിലധികമോ 3 വർഷമോ ശിക്ഷ ലഭിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ആ MLA സ്ഥാനം, ജനപ്രതിനിധികൾക്ക് ആ സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിപ്പോൾ ഇതിന്റെ കേസിന്റെ വിചാരണയൊക്കെ പൂർത്തിയായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകണം. അതിനു മുമ്പ് എങ്ങനെ പുറത്താക്കാം എന്നുള്ളതാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് പ്രിവിലേജ് കമ്മിറ്റി ഈ വിഷയം പരിശോധിക്കും എന്നിടത്താണ്. ഇനി പ്രിവിലേജ് കമ്മിറ്റി ഈ വിഷയം പരിശോധിച്ചാൽ അവിടെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ 2 വശങ്ങളുണ്ടാകാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അത്ര ഗൗരവ സ്വഭാവമുള്ളതല്ല, അത് കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് എന്ന് പ്രിവിലേജ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകാം. അതല്ല എങ്കിൽ ഗൗരവമേറിയ ആരോപണങ്ങളാണ് എന്നും വസ്തുതാപരമായ ആരോപണങ്ങളാണ് എന്നും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയാണ് ഉണ്ടാകേണ്ടത് എന്നും ഓർമ്മപ്പെടുത്താം. അത്തരത്തിൽ നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് MLA പുറത്താക്കുന്ന തരത്തിലല്ല. KR ഗൗരി അമ്മയെ അധിക്ഷേപിച്ചതിന് PC ജോർജ് എന്ന ജനപ്രതിനിധിയെ MLAയെ ഒരിക്കൽ താക്കീത് ചെയ്തു. ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് അത് തെറ്റായിപ്പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താക്കീത് ചെയ്തത്. ഇതേ PC ജോർജ് തന്നെ ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട കേസിൽ അതിജീവിതയെ അപമാനിച്ചതിന് താക്കീത് നേടിയ പശ്ചാത്തലമുണ്ട്. അപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം, നടപടി വേണമെന്ന്. അങ്ങനെ ശുപാർശ ചെയ്തതുകൊണ്ട് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ശുപാർശ ചെയ്തതിന് ശേഷം സഭയുടെ നാഥൻ എന്നത് മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നത് സംബന്ധിച്ച ഒരു പ്രമേയം അവതരിപ്പിക്കും. സഭയ്ക്കകത്ത് പ്രമേയം അവതരിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചു. ആ എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ ഇത്തരത്തിൽ പുറത്താക്കണമെന്നാണ്. അതിന് അനുകൂലവും പ്രതികൂലവുമായിട്ട് ഉള്ള ആളുകളുണ്ടാകും. ആ പ്രമേയം അവതരിപ്പിക്കുന്നു. പിന്നീട് ആ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുകയും ആ പ്രമേയം പാസ്സാക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെ പാസ്സാക്കുകയാണ് എങ്കിൽ, പ്രമേയം പാസ്സാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന MLA പുറത്താക്കും. എടുത്തു പറയേണ്ടത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയും ഒരു MLAയും പുറത്താക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി ഇതാ ബജറ്റ് സമ്മേളനമടക്കം എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയൊരു അതിവേഗ നടപടികളിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമസാമാജികർ പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം നഷ്ടമാവുക തന്നെ ചെയ്യും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.